എല്ലാ കൂട്ടുകാർക്കും സോനു നികേഷ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ വന്നിരിക്കുന്നത് Q&A വീഡിയോ ആയിട്ടാണ്. കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് നിങ്ങളോട് ചോദിച്ചിരുന്നു. നിങ്ങളിൽ പലരും ഞങ്ങളോട് പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഉത്തരങ്ങൾ പറയാൻ ഞങ്ങൾ റെഡിയാണ്. കേൾക്കാൻ നിങ്ങൾ റെഡിയല്ലേ? തുടങ്ങാം നമുക്ക്. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ നമുക്ക് പോകാം. ആദ്യം ചോദിച്ചിരിക്കുന്നത്, ബിഗ് ബോസിൽ വിളിച്ചാൽ പോകുമോ? അവിടുന്ന് കോൾ വന്നിരുന്നോ? രണ്ടാൾക്കും ആദ്യമേ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ചെയ്യാം, എന്നിട്ട് അയാളുടെ തന്നെ രണ്ടാമത്തെ ഇത് ആൻസർ ചെയ്യാം. അതെ, ബിഗ് ബോസിൽ നിന്ന് വിളിച്ചിരുന്നോ? ഞങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിരുന്നു. ഇപ്രാവശ്യവും ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് ബിഗ് ബോസിലേക്ക്. ഞങ്ങള് ഒരു ഗേ കപ്പിള്, ലെസ്ബിയൻ കപ്പിള്, ഇങ്ങനെയുള്ള ഒരു കപ്പിൾസ് അവർ നോക്കുന്നുണ്ട്, അവർക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോഴും ഞങ്ങൾ പോയില്ല, കാരണം നമുക്ക് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് അതെന്ന് തോന്നുന്നില്ല. പിന്നെ മാത്രമല്ല, ഇപ്പൊ സോനുവിന്റെ ഒക്കെ ജോലി എന്ന് പറയുന്നത് ഒരു ലോങ് ലീവ് ഒന്നും കിട്ടില്ല. അപ്പൊ നമ്മള് ഇത്തരം ഷോയ്ക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസമൊക്കെ നിന്നിട്ട് ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയാവും. പിന്നെ മാത്രല്ല, ഞങ്ങൾക്ക് പറ്റിയ പ്ലാറ്റ്ഫോം ആണോ അത്? എനിക്ക് പറ്റിയതല്ല എനിക്ക് പറ്റിയ പ്ലാറ്റ്ഫോം അല്ല. അതെ, അപ്പൊ നമുക്ക് കോള് വന്നിട്ടുണ്ട്. അവര് പലതവണ വിളിച്ചിട്ട് നമ്മളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പോണില്ല എന്നാണ് തീരുമാനം. കാരണം അത് ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്കത് സെറ്റ് ആവുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അതൊരു ശരിക്കും ഒരു ഗെയിമാണ്. അപ്പൊ നമ്മള് ഓരോ എപ്പിസോഡ് കാണുമ്പോ അറിയാം, അതിന് ആപ്റ്റായിട്ടുള്ളവര് മാത്രമേ അത് പോയിട്ടും കാര്യമുള്ളൂ ആ ഗെയിം കളിക്കാൻ, അല്ലേ? നമുക്ക് പറ്റായികയൊന്നുമില്ല. പിന്നെ നമ്മുടെ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മളങ്ങനെ അധികം അഭിനയിക്കാനോ അല്ലെങ്കിൽ ഇല്ലാത്തത് ഉണ്ടാക്കി കാണിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ല. ആ റിയൽ ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ കാണിക്കുകയുള്ളൂ. അപ്പൊ അത്തരം ആൾക്കാർക്ക് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണെന്ന് തോന്നുന്നില്ല. അവിടെ ചെല്ലുമ്പോൾ കുറെ കാട്ടിക്കൂട്ടലുകളാണ് നമ്മളതിൽ കാണാറ്. അപ്പൊ ഞങ്ങൾ അതിന് പറ്റിയ ആൾക്കാരാണോന്ന് സംശയമാണ് ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾ ചിലപ്പോൾ പോളുണ്ടാവില്ല. എന്നാലും ഒരു ഫൈനൽ തീരുമാനത്തിലേക്കൊന്നും ഞങ്ങൾ എത്തിയിട്ടില്ല. നിങ്ങൾ പറയും, ഞങ്ങൾ പോണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അതേ ആള് തന്നെ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. രണ്ടാൾക്കും പോകാൻ ആഗ്രഹമുള്ള, ഇതുവരെ പോകാത്ത ഡ്രീം പ്ലേസ് ഏതാണെന്ന്. ഏതാ? എനിക്ക് ഡ്രീം പ്ലേസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി ഇല്ല, കുറച്ച് ലിസ്റ്റ് ഉണ്ട്. അത് എനിക്ക് പുറത്തേക്ക് പോണതിനോട് ഒത്തിരി ഇതൊന്നുമില്ല, ആഗ്രഹമുണ്ട്. എന്നാലും നമ്മുടെ ഇന്ത്യയിലുള്ള സ്ഥലങ്ങളാണ് എനിക്ക് കൂടുതലും കാണാൻ ആഗ്രഹം. പ്രത്യേകിച്ച് നമ്മുടെ നോർത്ത് ഇന്ത്യ, നോർത്ത് ഈസ്റ്റ് ആ ഭാഗത്തേക്ക്. പിന്നെ സൗത്ത് ഇന്ത്യയിലും ഉണ്ട് കുറച്ച് പ്ലേസ്. അപ്പോൾ പറ്റുവാണെങ്കിൽ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ സ്ഥലത്ത് പോകണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. എനിക്കും അതേപോലെ തന്നെ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെയുള്ള പല സ്ഥലങ്ങൾ കാണാനാണ് ആഗ്രഹം. ഇപ്പോൾ കേരളത്തിന്റെ പുറത്ത് ഒരുപാടൊന്നും ഞങ്ങൾ സഞ്ചരിച്ചിട്ടില്ല. അപ്പം അവിടെയൊക്കെ പല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹിൽ സ്റ്റേഷൻസ് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോകണം. പിന്നെ അതൊക്കെയാണ് ആഗ്രഹങ്ങൾ. നമ്മുടെ ഇന്ത്യയുടെ ഉള്ളിലുള്ള തന്നെ കുറെ ട്രാവൽ ചെയ്യാന്നുള്ളതാണ്. നമ്മളന്ന് ആസാമൊക്കെ പോയപ്പോ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് അവിടെയൊക്കെ പോകാൻ പ്രത്യേക ആഗ്രഹമുണ്ട്. ഹിൽ സ്റ്റേഷൻസ് ആണ് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യണത്. അത്തരം സ്ഥലങ്ങള്, മഞ്ഞ്, തണുപ്പ്, മല, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ. പിന്നെ അബ്രോഡൊക്കെ എപ്പോഴും സാഹചര്യം ഉണ്ടെങ്കിൽ പോകണം. ആഗ്രഹമൊക്കെ ഉണ്ട്, ആഗ്രഹം ഇല്ലായ്മയൊന്നുമില്ല. പക്ഷെ കൂടുതൽ നമ്മുടെ രാജ്യത്ത് തന്നെ ട്രാവൽ ചെയ്ത് കാണാനാണ് ഇഷ്ടം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ആള് ചോദിച്ചിരിക്കുന്ന, ഒരു കുഞ്ഞിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അഡോപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ സറോഗസി പോലുള്ള വഴികൾ നോക്കുമോ? ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് മുമ്പും Q&A ചെയ്തപ്പോ ഒരുപാട് പേര് ചോദിച്ച ചോദ്യമായിരുന്നു. ഒരു സമയം ഒത്തൊക്കെ ഞങ്ങളത് ചിന്തിച്ചിരുന്നു. ഒരിക്കൽ ഞാൻ തന്നെ വീഡിയോയിൽ പറയലുണ്ടായി. അന്ന് തുടക്കകാലത്ത് ഞാനും സോനുവും ഒക്കെ പരിചയപ്പെട്ട് ഉള്ള ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് എനിക്ക് 35ഉം സോനുവിന് 30 ഒക്കെ ആയിരുന്നു ഏജ്. അപ്പൊ ആ സമയത്ത് പറഞ്ഞിരുന്നു, എനിക്ക് 40 ആവുമ്പോൾ സോനുവിന് 35 ആവുമ്പോൾ നിയമമൊക്കെ ഞങ്ങൾക്ക് ഫേവറായിട്ട് ഇവിടെ സെയിം സെക്സ് മാരേജും അഡോപ്ഷൻ റൈറ്റ്സും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സാഹചര്യം അതിനെ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ ഞാൻ 41, സോനു 36 വന്ന് നിൽക്കുമ്പോൾ സെയിം സെക്സ് മാരേജും ലീഗലൈസ് ചെയ്ത് വന്നില്ല, നമുക്ക് കിട്ടിയില്ല അത്. അതിൻ്റെ ഒപ്പം തന്നെ അഡോപ്ഷൻ റൈറ്റ്സിനെ കുറിച്ചും പറയുമ്പോൾ അന്ന് സുപ്രീം കോടതിയിലെ അന്ന് ജഡ്ജ് അദ്ദേഹം പറഞ്ഞത് സിംഗിളായിട്ട്
ഇപ്പോൾ സെയിം സെക്സ് കപ്പിൾസിന് തന്നെ കുട്ടീനെ എടുക്കാൻ പറ്റും, പക്ഷെ സിംഗിളിന് കാണിച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ, കപ്പിളിന് കാണിച്ചിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എടുക്കാൻ എന്തായാലും ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം ഞങ്ങളുടെ ആ ഒരു ഇതെന്ന് പറയുന്നത് കപ്പിളാണല്ലോ, സിംഗിൾ അല്ലല്ലോ ഞങ്ങൾ. അപ്പൊ കപ്പിൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. പിന്നെ സറോഗസി എന്തായാലും ഇപ്പൊ തൽക്കാലം ഞങ്ങൾ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഭാവിയിൽ ചിന്തിക്കുമോന്ന് അറിയില്ല. ഇനിയിപ്പോ എനിക്ക് 45ഉം സോനുവിനെ 40 ഒക്കെ എത്തുമ്പോൾ ആ സമയത്തെ സാഹചര്യം അതിന് അനുകൂലമാണെങ്കിൽ ചിലപ്പോൾ ചിന്തിക്കും, അനുകൂലം അല്ലെങ്കിൽ ചിന്തിക്കില്ല. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ഞാനൊരു കാര്യം കൂടിയും ആഡ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സമയത്തൊക്കെ ഞങ്ങളത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ഒത്തിരി ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു കുഞ്ഞില്ലാണ്ടും ഞങ്ങൾക്ക് ജീവിക്കാം, സന്തോഷമായിട്ട് ജീവിക്കാം എന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമായി ഞങ്ങൾക്ക് രണ്ടുപേർക്കും. കുട്ടികൾ ഉണ്ടാവുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ്. നമ്മളെല്ലാവരും ഹെട്രോസെക്ഷൽ ഇതിൽ നമ്മൾ കാണുന്നതാണ്, അച്ഛൻ അമ്മ കുട്ടി എന്നൊക്കെ ഉള്ളത്. അത് മനോഹരം തന്നെയാണ്, നല്ലതാണ്. പക്ഷെ അതല്ലാത്ത ജീവിതങ്ങളും മനോഹരം തന്നെയാണ്. തീർച്ചയായിട്ടും കുട്ടികൾ ഉണ്ടെങ്കിലേ ജീവിതത്തിനൊരു സന്തോഷമുള്ളൂ, അതല്ലേ ഒരു രസം എന്നൊക്കെ ചിലവർ കേൾക്കാം. പക്ഷെ ഒന്നുമില്ല കേട്ടോ. എന്നാന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും, മിക്കവരും പ്രായമായി കഴിയുമ്പോൾ എന്താ പറയുക, ഈ പറഞ്ഞ ഇത്രയും വർഷം കാലാകാലങ്ങളോളം എന്താ പൊന്നുപോലെ നോക്കിയ മക്കളൊന്നും അവസാനം കാണത്തില്ല. അതൊരു പ്രതീക്ഷ മാത്രമാണ്. അപ്പൊ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞങ്ങളേതായാലും ഇങ്ങനെ ജനിച്ചു. അപ്പൊ നമ്മൾ ഓരോ നിമിഷവും എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നു, മറ്റുള്ളവരെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടൊന്നും ഉപദ്രവിക്കാതെ, അതിലാണ് പ്രധാനം. അതായത് നമ്മൾ സന്തോഷിച്ചു ഇത്രയും നാളും ജീവിച്ചപ്പോ, അതാണ് ഏറ്റവും പ്രധാനം അല്ലേ? തീർച്ചയായും. അങ്ങനെ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ഒത്തിരി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ എല്ലാം അങ്ങനെ വായിക്കുന്നില്ല. അപ്പൊ ഇനി ഇതേ അടുത്ത ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അത് നികേഷേട്ടൻ നോക്കിയിട്ട് തന്നെ 5 ക്വസ്റ്റ്യൻസ് അല്ലേ ചോദിച്ചിട്ടുള്ളത്? 5 എണ്ണം. അപ്പൊ 5 എണ്ണം സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. ആദ്യത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് നിങ്ങൾ ടീജികളെ പോലെ സോഷ്യൽ മീഡിയകളിൽ ശോഭിക്കാത്തത്? നിങ്ങൾക്ക് സമൂഹത്തിലോ പുറത്തോ സുഹൃത്തുക്കളില്ലേ? നിങ്ങൾക്ക് വിവാദങ്ങളെ ഭയമാണോ അതോ ലൈംലൈറ്റ് ഇഷ്ടമല്ലേ? TG എന്ന് ഉദ്ദേശിച്ച ട്രാൻസ്ജെൻഡർ നാട്ടോ, അത് എല്ലാവർക്കും അറിയത്തില്ല, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ആ ടീജികളെ പോലെ നമ്മള് സോഷ്യൽ മീഡിയയിൽ ശോഭിക്കാത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കങ്ങനെ ശോഭിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരല്ല ഞാനും സോനും എന്നൊക്കെ പറയുന്നത്. ഞങ്ങള് ഈ പറഞ്ഞ പോലെ ഗേ കമ്മ്യൂണിറ്റിയിൽ ഞാനും സോനും വരുമ്പോൾ അങ്ങനെ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു ഗേ കപ്പിൾ പോലും കേരളത്തിലുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഈ ഒരു മാറ്റം വരണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും സോനും പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്ത് വന്നത്. അതിനു മുമ്പ് തന്നെ ഇവിടെ രഹസ്യമായിട്ട് ഇരിക്കുന്ന പല കപ്പിൾസും ഉണ്ട്. അവരോട് ഞാനിത് ഡിസ്കസ് ചെയ്തിരുന്നു, നിങ്ങൾ ആരെങ്കിലും ഔട്ടാവോ, കമ്മിങ് ഔട്ട് ചെയ്ത് വരുമോ എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ അവർക്ക് ആർക്കും പേടിയായിരുന്നു, അവരാരും തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് എല്ലാവരും പേടിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ശരിയാവില്ലല്ലോ, കാരണം ഇത് പുറം ലോകം അറിയണ്ടേ. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ച് പുറത്തോട്ട് വന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഒരിക്കലും എന്താ പറയാ, TGs കാണിക്കുന്ന പോലെ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പോലെ ഇങ്ങനെ എപ്പോഴും ഒന്ന് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുക എന്നുള്ള ഒരു ചിന്താഗതി ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പാർട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കമ്മിങ് ഔട്ട് ചെയ്തു, വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് എല്ലാ മീഡിയാസിലും പറഞ്ഞിരുന്നു, TV ചാനലിൽ വന്നിട്ട് പറഞ്ഞായിരുന്നു, മറ്റേ പുസ്തകങ്ങളിലും ഒക്കെ വനിത, ഗൃഹലക്ഷ്മി എല്ലാ മാഗസിൻസിലും വന്നിരുന്നു, ന്യൂസ് പേപ്പറിലും ഞങ്ങളുടെ ന്യൂസ് വന്നിരുന്നു. അപ്പൊ ഞങ്ങൾ അതിന് കൃത്യമായിട്ടുള്ള അറിവ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഏത് സമയം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടുക, ആ രീതി ഞങ്ങൾക്കില്ല. ആ കാട്ടിക്കൂട്ടുന്ന രീതികളൊന്നും സോനുവിനോ നികേഷിനോ ഇല്ല. പിന്നെ അതുമല്ല, നമ്മൾ ഒരിക്കലും ഒരു വിഭാഗത്തെ ട്രാൻസ്ജെൻഡറിനെ അതുപോലെ തന്നെ ഗേനെയും അങ്ങനെ ഹെട്രോസെക്ഷൽ ആയാലും തന്നെ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യില്ല. എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ജീവിതവും ജോലി സാഹചര്യങ്ങളെല്ലാം വ്യത്യസ്ത രീതിയിലൂടെയാണ് കടന്നു പോകുന്നത്. പിന്നെ നമുക്കറിയാം, സോഷ്യൽ മീഡിയ വന്ന് പലതും വലിയ ഇത് കാണിക്കുന്നവരൊന്നും പേഴ്സണൽ ലൈഫിൽ അവർ 0.1% പോലും ഹാപ്പി ആയിരിക്കത്തില്ല. അതാണ് ഒരു വലിയ സത്യം. അത് നമുക്ക് കോമൺ സെൻസിലെ മിക്കവർക്കും അറിയാം അല്ലേ? അതെ, അതൊരു സത്യമാണ്. നമ്മള് സോഷ്യൽ മീഡിയയില് ഈ ഭയങ്കരമായിട്ട് കാട്ടിക്കൂട്ടുന്നവരുടെ ജീവിതമൊക്കെ തന്നെയും അത് പലപ്പോഴും നമ്മൾ പല ആൾക്കാരെ അറിയുമ്പോൾ ആ ഭംഗി, സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ഭംഗിയൊന്നും അവരുടെ ജീവിതത്തിന് ഉണ്ടാവാറില്ല. അവര് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടാന്നേ ഉള്ളൂ. അപ്പൊ നമുക്കതല്ല, നമ്മുടെ ജീവിതത്തിലും ഹാപ്പി ആയിട്ടാണ് ഞാൻ സോനി പോകണം. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഞങ്ങളുടെ പേഴ്സണൽ ലൈഫാണ്. അത് കഴിഞ്ഞിട്ടാണ് മറ്റേ സോഷ്യൽ മീഡിയയും അങ്ങനെയുള്ള ഇതൊക്കെ വരും. അതെ, അതിന്റെ കൂട്ടത്തിൽ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് സമൂഹത്തിലോ പുറത്തോ സുഹൃത്തുക്കളില്ലേ
ചെയ്യുന്നത്. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും സുഹൃത്തുക്കളുണ്ട്. അത് അതിൻ്റെതായിട്ടുള്ള ലെവലിലാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഉണ്ട്, തീർച്ചയായിട്ടും സുഹൃത്തുക്കളുണ്ട്. ഒത്തിരി ഒന്നുമില്ല, ഒരുപാട് ആൾക്കാരങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകണമൊന്നുമില്ല. പക്ഷെ കുറച്ച് ഒരു 6-7 ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ഉണ്ട്. അവരായിട്ട് എപ്പോഴും അടുപ്പമുണ്ട്, സംസാരിക്കാറുണ്ട്, ഇടയ്ക്ക് കാണാറുണ്ട്. വളരെ അടുപ്പം കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന. ഞങ്ങളെ ക്വാണ്ടിറ്റിയിലല്ല ക്വാളിറ്റിയിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതെ, പിന്നെ ഇതിലും നമുക്ക് കുറെ പേരായിട്ട് അടുപ്പമുണ്ട്. നിങ്ങളുടെ കമന്റ്സും നിങ്ങളുടെ ഇതും അങ്ങനെ എല്ലാ കമന്റും വായിക്കാറുണ്ട് നമ്മള്. നിങ്ങൾക്ക് വിവാദങ്ങളെ ഭയമാണോ അതോ ലൈം ലൈറ്റ് ഇഷ്ടമല്ലേ? അതിന്റെ ഉത്തരം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് വിവാദങ്ങളെ ഒന്നും ഒരു ഭയവും ഇല്ല. നമ്മൾ ഈ തുടക്കത്തിൽ വന്നപ്പോൾ ഒത്തിരി വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഒരുപാട് നേരിട്ടിട്ടാണ് നമ്മൾ വന്നത്. ഒത്തിരി എന്താ പറയുക, ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് നേരിട്ടു. അന്ന് പേടിച്ച് ബാക്കിയുള്ളവർ ഇരുന്നപ്പോൾ ധൈര്യപൂർവ്വം വന്നതാണ് സോനു നികേഷ്. ഞങ്ങൾ വന്നതിന് ശേഷമാണ് പിന്നീട് പല കപ്പിൾസ് ആണെന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ വന്നത്. അതിൽ പല ആൾക്കാരും ഇപ്പോൾ കപ്പിളായിട്ടില്ല. പലരും ബന്ധം പിരിഞ്ഞു പോയി, ചിലവർ മരിച്ചു പോയി. പിന്നെ പെൺകുട്ടികൾ കപ്പിൾ വന്നു. അവരൊക്കെ ഞങ്ങൾ വന്ന് പല വർഷങ്ങൾ കഴിഞ്ഞ് ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് തന്നെ വന്നിട്ടുള്ള ആൾക്കാരാണ് ബാക്കി. പിന്നെ ഞങ്ങൾ കമ്മിങ് ഔട്ട് ചെയ്തതിനു ശേഷം ഇപ്പൊ കമ്മിങ് ഔട്ട് ചെയ്യുന്നവർ പലരും പറയാണ്ട് ഇവരെയൊക്കെ മുമ്പ് ഞങ്ങൾ വർഷങ്ങളായിട്ട് താമസിക്കുന്നതാന്നൊക്കെ. അതിപ്പോ ആർക്കും പറയാം കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോ. അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അവരെന്താ നമ്മള് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒത്തിരി, ഞങ്ങളെന്നല്ല ഉദ്ദേശിച്ചത്, ഞങ്ങളുടെ പുറയിലുള്ള ഒത്തിരി ആൾക്കാർ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇന്ന് ഈ കാണുന്ന LGBT കമ്മ്യൂണിറ്റിക്ക് ഒത്തിരി നേട്ടം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇനി പുതിയതായിട്ട് വരുന്ന പിള്ളേരൊക്കെ പറയണേക്കാം ഞങ്ങള് 10 വർഷം താമസിച്ച. അപ്പൊ ആ പറച്ചിലൊന്നും ഒരു കാര്യമില്ല. എന്താന്ന് വെച്ചാൽ ഇന്ന് ഓൾറെഡി അക്സെപ്റ്റൻസ് കിട്ടി. അത് കിട്ടിയ ശേഷം വന്ന് പറഞ്ഞിട്ട് എന്താ ഞങ്ങളാണ് നിങ്ങളെക്കാൾ മുന്നേ ഇങ്ങനെ താമസിച്ചെന്നൊന്നും പറഞ്ഞ ഒരർത്ഥമില്ല അല്ലേ? പലയിടത്തും പറയണവര് പറഞ്ഞോട്ടെ, നമുക്ക് അതിലെ വിഷയമില്ല. പക്ഷെ നമ്മൾ അതിന് വിലയും കൊടുക്കണില്ല. കാരണം അത് ആദ്യമായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭയങ്കരമായിട്ടുള്ള റിസ്ക് ഉണ്ട്. ഭയങ്കരമായിട്ടുള്ള ഞങ്ങളൊക്കെ വീടുകളിൽ നിന്ന് അനുഭവിച്ച പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അതൊന്നും പുറത്തറിയിക്കാൻ പറ്റില്ല. അന്ന് ഇത് ന്യൂസ് വന്ന സമയത്ത് ആദ്യമായിട്ട് വന്ന കാരണം ഒരുപാട് ആൾക്കാര് സപ്പോർട്ടേഴ്സും ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് എതിർപ്പുകളും ഒന്നും ഉണ്ടായിരുന്നു. ഒരുപാട് ഭീഷണികൾ ഉണ്ടായിരുന്നു, എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളാണെങ്കിൽ വീട്ടുകാരായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരും കൂടിയാണ്. അപ്പൊ അതൊക്കെ തരണം ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്താണ് നമ്മൾ സേഫ് ആയിട്ട് വന്നു എന്ന് കണ്ടപ്പോഴാണ് പിന്നീട് പലരും വരുന്നത്. പിന്നെ ഈ കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെയുള്ള വേറൊരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ള ഇഷ്യൂസ് ഇന്നേ വരെ ആരോടെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ഇന്നേ വരെ ഞങ്ങളിത് സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പി ആ കമ്മ്യൂണിറ്റീനെ മോശമാക്കാൻ ഞങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. എന്തുണ്ടെങ്കിലും അത് കമ്മ്യൂണിറ്റിക്ക് ഉള്ളിലുള്ളത് കമ്മ്യൂണിറ്റിക്ക് ഉള്ളിൽ തന്നെ തീർക്കുക എന്നുള്ള രീതിയേ ഉള്ളൂ. കാരണം ഇത് വളരെയധികം അധപതിച്ച് കിടക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയും കൂടിയാണ്. ഇതിപ്പോഴാണ് കയറി വരാൻ തുടങ്ങിയത്. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇന്ന് LGBT കമ്മ്യൂണിറ്റിയിലെ പല ആൾക്കാരും, പേരൊന്നും ഞാൻ ആരുടെയും പറയുന്നില്ല, പല ആൾക്കാരും അവരാര് ഇതിൽ കിടന്നിട്ട് ഇതിലെ മെമ്പേഴ്സിന് തന്നെ കിടന്ന ചളി വാരി തേക്കലും അവരാരുടെ പേഴ്സണൽ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, കമ്മ്യൂണിറ്റിയെ അടിച്ച് താഴ്ത്തിക്കിടാൻ നോക്കുന്നു. പലരും വന്നു കഴിഞ്ഞിട്ട് മുമ്പ് വന്നവർക്ക് ഒരു വിലയും കൊടുക്കാതെ സംസാരിക്കുന്നു. അതൊക്കെ വളരെ മോശമാണ്. ഇനിയെങ്കിലും അതൊക്കെ മാറ്റി നിർത്തുക. അതായത് കമ്മ്യൂണിറ്റിക്ക് ഉള്ളിലുള്ള പ്രശ്നങ്ങൾ കമ്മ്യൂണിറ്റിക്ക് ഉള്ളിൽ തന്നെ തീർക്കുക. നിങ്ങളുടെ പേഴ്സണൽ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് ഇതിൽ വന്നിട്ട് കമ്മ്യൂണിറ്റിയെ കരിവാരിത്തേക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക. മാത്രമല്ല ഇതിലുള്ള ഓരോ ആൾക്കാരും മുമ്പ് ഒരുപാട് ആൾക്കാർ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരൊന്നും ഈ പറഞ്ഞ പോലെ ലൈം ലൈറ്റിൽ വന്നിട്ടുണ്ടാവില്ല, അവർക്ക് പ്രശസ്തിയാവാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ അവരുടെയൊക്കെ വേർപ്പിന്റെ ഫലം കൂടിയാണ് ഇപ്പൊ ഉള്ള ഞങ്ങളും ഇപ്പൊ ഞങ്ങളുടെ ശേഷം വന്നവരും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് മറക്കാതിരിക്കുക. കാരണം ഒരു ഇന്റർവ്യൂവിൽ ഞാനൊരു കപ്പിൾ അങ്ങനെ പറയുന്നത് കേട്ടു. അവര് വരുമ്പോ വേറെ ആരെയും അവര് കണ്ടിട്ടുണ്ടായിരുന്നില്ല, അവർക്ക് വേറെ ആരെ കുറിച്ച് അറിയണ്ടായിരുന്നില്ല, കുറെ TGസിനെ മാത്രം കണ്ടിട്ടാണ് അവർ വന്നതെന്നൊക്കെ. അതൊക്കെ എത്ര ശുദ്ധ ഇതാണെന്നറിയോ? കാരണം നമ്മുടെയൊക്കെ വേർപ്പിന്റെ ഫലമായിരുന്നു അവർ വന്നപ്പോൾ അവർക്ക് കിട്ടിയ സ്വീകരണം എന്ന് പറയുന്നത്. അതൊക്കെ മറന്നുകൊണ്ട് മുമ്പ് വന്ന ആൾക്കാരെ വളരെ മോശമാക്കി പറയുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മുമ്പ് വന്നവരെയൊക്കെ തരം താഴ്ത്തി ആക്കുക എന്ന് പറയുന്നത്, ചവിട്ടി താഴ്ത്തുക എന്ന് പറയുന്നത് വളരെ റോങ് ആയിട്ടുള്ള പരിപാടിയാണ്. അത് ഇനിയും ചെയ്യാതിരിക്കുക.
നമ്മുടെ കമ്മ്യൂണിറ്റി LGBT കമ്മ്യൂണിറ്റി കേരളത്തിൽ ഇനിയും ഒരുപാട്, ഇന്ത്യയിൽ ഒരുപാട് കയറി വരട്ടെ. ഇനി വരുന്ന ആൾക്കാർക്കും ഒത്തിരി മുന്നേറി നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. പിന്നെ അതുമല്ല, ഞങ്ങള് എന്ന് പറയുന്നത് കൂടുതലും ഫാമിലി ആയിട്ട് അറ്റാച്ച് ആയിട്ടുള്ളവരാണ്. അതാണ് ഞങ്ങൾ കൂടുതലും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഭയങ്കര തോന്നിയത് പറയുകയും, വീട്ടുകാർ വേണ്ട എന്ന് പറഞ്ഞ് താമസിക്കുന്നവർക്ക് എന്തും സോഷ്യൽ മീഡിയ എന്ന് പറയാം അല്ലേ. പക്ഷെ നമ്മൾ ആ കാറ്റഗറി പെട്ടതല്ല. അതെ, ഞങ്ങൾ അത് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഇമ്പോർട്ടൻസ് ആണ് ഞങ്ങള് ഫാമിലി എന്ന് പറയുന്നത് നമ്മളെ വളർത്തി വലുതാക്കി ഇതുവരെ കൊണ്ടുവന്നത് അവരാണ്. എന്നിട്ടല്ലേ നമ്മളൊക്കെ കമ്മിങ് ഔട്ട് ചെയ്ത് വരുന്നത് അല്ലേ. അപ്പൊ നമ്മള് ഫാമിലി ആയിട്ട് വളരെ ക്ലോസ് ആണ്. അവരുടെ ജീവിതമായിട്ട് അവരെയൊക്കെ നോക്കി അവരെ സംരക്ഷിച്ചു പോകുന്ന രണ്ട് വ്യക്തികളാണ് ഞങ്ങൾ. അപ്പൊ അയാൾ തന്നെ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങളിൽ ഒരാൾ ബിഗ് ബോസിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടാൽ മറ്റൊരാൾ അവനെ പങ്കെടുക്കാൻ അനുവദിക്കുമോ? ഞങ്ങൾ ഒരാളെ വിളിച്ചാൽ ഞങ്ങൾ പോവില്ല, അതാണ് സത്യം. ഞങ്ങൾ രണ്ടാളെയും വിളിച്ചാലാണ് ഞങ്ങൾ പോവുള്ളൂ. ഇപ്പൊ ഞങ്ങളെ വിളിച്ചിരിക്കുന്നതും രണ്ടാളെ ഒരുമിച്ചാണ് വിളിച്ചിരിക്കുന്നത്. പക്ഷെ അത് ഞങ്ങള് പോണില്ല എന്നാണ് ഇപ്പൊ ഞങ്ങള് മനസ്സിലിങ്ങനെ കരുതി വെച്ചിരിക്കുന്നത്. ഞങ്ങൾ അതിന്റെ ഒരു മറുപടി കൊടുത്തിട്ടില്ല അവർക്ക്, പോണില്ല എന്നുള്ള. അതിന്റെ കാരണവും ഞാൻ മുമ്പ് പറഞ്ഞു, പല റീസൺസ് ഉണ്ട് അതിന്. അയാളുടെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു. 5 ചോദ്യമല്ലേ ചോദിച്ചത്? നമ്മൾ ആദ്യത്തെ പറഞ്ഞ ഒത്തിരി സമയം പോയി. ഇത്രയും വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പരസ്പരം വിരസത തോന്നുകയും ഒരു ചെറിയ ഇടവേളയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ വിരസതയൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആഗ്രഹിച്ചെടുത്ത ജീവിതം തന്നെയാണിത്. ഞാനും സോനും ഒന്നിക്കുക എന്നുള്ളത് ഞങ്ങൾ ആഗ്രഹിച്ച് ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. ഒന്നിച്ച് ജീവിക്കുന്നു, രണ്ടുപേരും ഹാപ്പിയാണ്, ഹാപ്പി ആയിട്ട് പോണു, സന്തോഷമായിട്ട് രണ്ടാളും ജീവിച്ചു പോണു. വിരസതയൊന്നും ഇല്ല ഇതില്. എന്ത് വിരസത? ഇപ്പോഴും ആ തുടക്കത്തെ ആ സ്നേഹത്തോടെയും സന്തോഷത്തോടും കൂടി ജീവിക്കണം. ഇനി ഇതുപോലെ തന്നെ ജീവുള്ളിടത്തോളം കാലം ഒരുമിച്ച് ജീവിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ആയുസ് തരണേന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ രണ്ടുപേർക്കും അവരുടേതായ സ്പേസ് കൊടുത്തേക്ക്. രണ്ടും രണ്ട് ഇൻഡിവിജ്വൽ അല്ലേ. അപ്പൊ ആ രീതിയിൽ പരസ്പരം റെസ്പെക്ട് ചെയ്ത് പോവുക. അങ്ങനെയാകുമ്പോ ഞങ്ങളുടെ എന്നല്ല, ഹെട്രോസെക്ഷൽ ലൈഫ് സ്റ്റൈലില് ആയാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പേഴ്സണൽ സ്പേസ് ഡെഫിനറ്റ്ലി അത് എല്ലാവർക്കും വേണം. അത് തീർച്ചയായിട്ടും ഞാൻ സോനുവിനെയും കൊടുത്തിട്ടുണ്ട്, സോനു എനിക്കും തന്നിട്ടുണ്ട്. വളരെ ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എനിക്ക് സൗനുവിനെ ഒരുപാട് ഇഷ്ടമാണ്. തിരിച്ചു അതുപോലെ തന്നെ ഇഷ്ടക്കുറവൊന്നുമില്ല. ഇഷ്ടക്കുറവൊന്നുമില്ല എന്ന് പറഞ്ഞ പോരാ, ഒരുപാട് ഇഷ്ടമെന്ന് പറയണം. അത് പറയേണ്ട ആവശ്യമില്ല, അത് പറഞ്ഞിട്ട് വരേണ്ട ഒരു ഇതല്ല. പുള്ളി തന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വർഗാനുരാഗ സെലിബ്രിറ്റികൾ റോൾ മോഡലുകൾ ഉണ്ടോ? റോൾ മോഡലുകളൊന്നും ഇല്ല, ഞങ്ങൾക്ക് ഒരു റോൾ മോഡലുകളും ഇല്ല. അങ്ങനെ റോൾ മോഡലുകൾ ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. കാരണം ഓരോ കപ്പിൾസും ഓരോ രീതിയിലാണ്, ഓരോ ശൈലിയാണ് ഓരോ കപ്പിൾസിനും. ഒരു കപ്പിളിനെ കണ്ടിട്ട് അതുപോലെ വേറൊരാൾക്കാവുക അതൊന്നും സാധ്യമല്ല. ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ രണ്ടുപേരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, കൊച്ചു കൊച്ചു കാര്യങ്ങളും അതൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. റോൾ മോഡൽസ് ഒന്നും നമ്മൾ അങ്ങനെ മറ്റുള്ളവരെ അനുകരിക്കാൻ അതൊന്നും നടക്കണ കാര്യമല്ല. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന പല കപ്പിൾസും യാഥാർത്ഥ്യ ജീവിതത്തിലൊന്നും അവർ ഹാപ്പി ആയിരിക്കില്ല. അപ്പൊ നമുക്കത് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പൊ എനിക്ക് റോൾ മോഡൽസോ അല്ലെങ്കിൽ വേറൊരു ആൾക്കാരെ അനുകരിക്കാനോ ഒന്നും ഞങ്ങളില്ല. ഞങ്ങളായിട്ട് ജീവിക്കുന്നു, ഞങ്ങൾ സന്തോഷമാണ്, ഹാപ്പിയാണ്. പുള്ളിക്കാരൻ തന്നെ അഞ്ചാമത്തെ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് സോനു പറയാം ചോദ്യം. ഞാൻ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ബന്ധം അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഒരുമിച്ച് ജീവിക്കുവാണ്. ഫാമിലി അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇതെങ്ങനെ ജീവിക്കുമായിരുന്നു? മറുപടി പറഞ്ഞോ? തീർച്ചയായിട്ടും. എന്നാന്ന് വെച്ചാൽ ഞാൻ ഈ കാര്യം തുറന്നു പറയുന്നത് എനിക്കൊരു 30 വയസ്സ് അടുത്ത ആ സമയത്താണ്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, 18 വയസ്സുള്ള കുട്ടി. നമ്മള് ജോലിയുണ്ട് തന്നെ, അതായത് വീട്ടിൽ നിന്ന് മാറി ജീവിക്കണമെങ്കിൽ ജീവിക്കാം, അങ്ങനെയുള്ളൊരു സെറ്റപ്പിലാണ്. അപ്പോൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ഞാൻ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ജീവിക്കും. ഒപ്പം തന്നെ അവരെ നമ്മൾ സംരക്ഷിക്കും, വീട്ടുകാർക്ക് വേണ്ട ചെലവിന് കൊടുക്കും, അങ്ങനെയൊക്കെ. തീർച്ചയായിട്ടും അത് തന്നെ. അതിപ്പോ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥിരം വീഡിയോസ് കാണുന്നവർക്ക് അതറിയാം. വീട്ടുകാരെ
വീട്ടുകാരെ ആക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കും. പക്ഷെ അവരായിട്ടുള്ള ബന്ധം കീപ്പ് ചെയ്യും, അവരെ സംരക്ഷിക്കും. കാരണം അവരാണ് ഞങ്ങൾ പരിചയപ്പെടുന്ന വരെയൊക്കെ ഞങ്ങൾ വലുതാവണ വരെ പഠിപ്പ് കഴിയണ വരെയൊക്കെ ഞങ്ങളെ നോക്കിയിട്ടുള്ളത് അവരാണ്. ആ ഒരു കടമ നമുക്ക് ഈ ലോകത്ത് ജന്മം നൽകിയത് അവരല്ലേ. അപ്പൊ അവരോടുള്ള ആ കടമ നമുക്കുണ്ട്. ആ കടമ ഞങ്ങൾ നിർവഹിച്ചും അവരെ ഞങ്ങൾ നോക്കി നല്ല രീതിയിൽ ഞങ്ങൾ നോക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങൾ നോക്കുന്നുണ്ട്. അവസാന ശ്വാസം പോണം വരെ ഞങ്ങൾ അവർ. പിന്നെ ഞങ്ങളുടെ കാര്യം എടുക്കുവാണെങ്കിൽ ഞങ്ങളുടെ ഫാമിലി ഞങ്ങളെ ശരിക്കും നല്ല ചേർത്ത് പിടിച്ച ആൾക്കാരാട്ടോ. അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പൊ നമുക്ക് വേറെ ആൾ ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇൻസ്പയർഡ് ആയ വേറെ ഗേ കപ്പിൾസ് ഉണ്ടോ? അത് നമ്മൾ ആൻസർ ചെയ്തായിരുന്നു. ചേട്ടന്മാരുടെ ലൈഫിൽ ഒരു ഗോൾ, നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഗോൾ എന്താണ്? അത് ഗോൾസ് ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്തിട്ട് പറയണല്ലേ? അതാ നല്ലത്. ഞങ്ങള് ഉണ്ട്, മനസ്സിൽ കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. അത് ലക്ഷ്യങ്ങൾ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ ഒന്ന് പറയും, നിങ്ങളുടെ അടുത്ത് പറയും. നമ്മൾ അതിനേക്കാൾ മുമ്പ് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾ സ്ഥിരം കാണുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പിന്നീട് അറിയും ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളതും അത് സാധിച്ചോ ഇല്ലയോ എന്നുള്ളത്. സാധിച്ചാലാണ് നിങ്ങളുടെ അടുത്ത് അത് പറയുക. അപ്പോൾ സാധിക്കട്ടെ, അത് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാൻ പറ്റട്ടെ, സാധിക്കട്ടെ, ഞങ്ങളുടെ ആഗ്രഹങ്ങള് ഞങ്ങളുടെ ഗോൾസൊക്കെ സാധിക്കട്ടെ. പിന്നെ അടുത്ത ആളെ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ചേട്ടന്മാരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ അബ്രോഡ് പോകണം ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് അബ്രോഡ് നോക്കാൻ പാടില്ലേ? അവിടെ ജോബ് ചെയ്ത് സെറ്റിൽ ആവാൻ പ്ലാൻ ഉണ്ടോ? അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇല്ല, അബ്രോഡ് പോകാൻ ഞങ്ങൾക്ക് തീരുമാനമില്ല, തുടക്കം മുതലേ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നതും ഒരിക്കൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ തന്നെ ജീവിക്കാൻ എന്നുള്ളത്. കാരണം ഇതിൻ്റെ മുമ്പ് പല കപ്പിൾസും ഉണ്ടായിരുന്നൊക്കെ അവരൊക്കെ പല രാജ്യങ്ങളിലേക്ക് ഓടിപ്പോയായിരുന്നു. അവിടെ പോയിട്ട് വീഡിയോ ഇടുക അല്ലെങ്കിൽ അവിടെ പോയിട്ട് സംസാരിക്കുക, അതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അവിടെയൊക്കെ ലീഗലായിട്ട് ഇരിക്കുന്ന ബന്ധങ്ങളല്ലേ. മാരേജ് വരെ ലീഗല്, കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്ന ലീഗല്, സറോഗസി ലീഗല്. അപ്പം അത്തരം രാജ്യങ്ങളിൽ പോയിട്ട് ഞങ്ങളിത് ചെയ്തു എന്നൊക്കെ കാണിക്കുന്നതിലോ അല്ലെങ്കിൽ ചെയ്യുന്നതിലോ അർത്ഥമില്ല. ഇവിടെ ജീവിച്ച് ഇവിടെയുള്ള ഗേ ലെസ്ബിയൻ ആൾക്കാർക്ക്, LGBT കമ്മ്യൂണിറ്റിക്ക് നമുക്കിവിടെ ജീവിക്കാൻ പറ്റും, നമുക്കിവിടെ റൈറ്റ്സ് ഉണ്ട് എന്നുള്ളത് കാണിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ മുകളിൽ തന്നെ ഞങ്ങൾക്ക് അബ്രോഡ് സെറ്റിൽ ആവാൻ സാധിക്കുമായിരുന്നു. ഈ പറഞ്ഞ പോലെ എനിക്കും സോനുവിനും അബ്രോഡ് സെറ്റിൽ ആവാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അത് വേണ്ടാന്ന് ഞങ്ങൾ മനഃപൂർവ്വം എടുത്ത തീരുമാനമായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഫാമിലീനെ നോക്കണം എന്നുള്ളത് കൊണ്ടും. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ അമ്മ മാത്രമാണുള്ളത്, അമ്മയും ചേച്ചിയും മാത്രമാണുള്ളത്. സോനുവിൻ്റെ വീട്ടിലും അച്ചായി അമ്മച്ചി മാത്രമാണുള്ളത്. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ഒരു സാമീപ്യം, ഞങ്ങളുടെ ഒരു ഇത് അവർക്ക് ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ തന്നെ ജീവിക്കുക എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ അത് വേറെ കപ്പിൾസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഓരോ പേഴ്സണൽ ചോയ്സ് കാണും. ഞങ്ങളുടെ കാര്യത്തിൽ ഇത് നാട്ടിൽ തന്നെ സെറ്റിൽ ആവാന്നുള്ളതാണ്. ഇത് ഈ വീഡിയോയിൽ പറയുന്ന ഓരോന്നും ഞങ്ങളുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത് കേട്ടോ. ഞങ്ങളുടെ ജീവിതത്തിന്റെ കാര്യങ്ങളും ഞങ്ങളുടെ അഭിപ്രായങ്ങളുമാണ് പറയുന്നത്. LGBTയിലുള്ള തന്നെ ആൾക്കാർക്ക് മറ്റാൾക്കാർക്ക് വേറെ പല അഭിപ്രായങ്ങളായിരിക്കും. അതില്ല, നമ്മുടെ അഭിപ്രായങ്ങൾ അത് അവരുടെ ചോയ്സ്. നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറയും. അടുത്ത ആളെ ചോദിച്ചേക്കുന്നത്, ഇതുവരെ വീഡിയോയിൽ കണ്ടുള്ള പരിചയം വെച്ച് എനിക്ക് തോന്നിയത് നികേഷാണ് വേഗം ഇമോഷണലി ഡൗൺ ആകുന്നത് എന്നാണ്. ശരിയാണ്? ഒരു ചോദ്യം ചോദിക്കാമെന്ന് കരുതി വെറുതെ ചോദിച്ചതാണ്. രണ്ടാളെയും നേരിൽ കണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ തരണമെന്നുണ്ട്. എന്തെങ്കിലും നടക്കുമായിരിക്കും. നടക്കട്ടെ, കെട്ടിപ്പിടിച്ച് ഉമ്മ തരാം. തിരിച്ചും ഞങ്ങളും കെട്ടിപ്പിടിച്ച് ഉമ്മ തരാം. ആ ചോദിച്ചത് ശരിയാണ്. ഞാനാണ് കുറേയും കൂടി ഇമോഷണലി ഡൗൺ ആവാറ്. ഞാൻ ഇമോഷണലി ഡൗൺ ആവാറുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതേപോലെ തന്നെ ഞാൻ വളരെ സ്ട്രോങ്ങുമാണ്. എന്ത് കാര്യം വന്നാലും അത് ആ ലക്ഷ്യബോധത്തിൽ എത്തുക എന്നുള്ളത് എനിക്ക് എപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ ആദ്യം ഞാനൊന്ന് തളർന്നാലും വീണ്ടും ഞാൻ വളരെ ശക്തിയോട് കൂടിയിട്ട് ഞാൻ എണീറ്റ് വരാറുണ്ട്. എൻ്റെ ലൈഫ് ലോങ് അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ ചൈൽഡ്ഹുഡ് ഡേയ്സിലുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. സാധാരണ കുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വരാത്ത പല പ്രശ്നങ്ങളും ചെറുപ്രായത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് എൻ്റെ അമ്മയ്ക്കും എൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ അതറിയാം. അപ്പം അന്നു മുതലേ എന്ത് പ്രശ്നങ്ങൾ വന്നാലും, അത് കഴിഞ്ഞ് കൗമാരഘട്ടം വന്നപ്പോഴും ഞാൻ പല പ്രശ്നങ്ങളും ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പല പ്രശ്നങ്ങൾ വരാറുണ്ട്. ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സായിട്ടും ഞാൻ വളരെ ക്ലോസ് ആണ്. വളരെ ക്ലോസ് ആകുമ്പോൾ അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, ചെറിയ കൊച്ചു കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പോലും അതെന്നെ കാര്യമായിട്ട് ബാധിക്കാറുണ്ട്. അതേപോലെ തന്നെ അപ്പം അങ്ങനെ ഇപ്പം ഫ്രണ്ട്സ് ആണെങ്കിലും ഞാൻ പലപ്പോഴും ഇമോഷണലി ഡൗൺ ആവാറുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ആ സത്യത്തിൻ്റെ കൂട്ടത്തിൽ ഞാൻ വളരെ സ്ട്രോങ് ആണ്. അതായത് എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വന്നാലും അത് ഞാൻ ഏറ്റെടുത്ത് ഞാൻ അതിൽ നിന്ന് കരകയറി വരും. ഞാനത് ചാടിക്കടക്കുക. വളരെ
കറക്റ്റ് ആയിട്ടാട്ടോ നികേഷ് ഏട്ടൻ പറയാം. നികേഷ് ഏട്ടൻ ഇമോഷണലി പെട്ടെന്ന് ഡൗൺ ആവും. പക്ഷെ ഡൗൺ ആയി കഴിഞ്ഞാലും കുറച്ച് നേരം കൊണ്ട് എന്താ ഒരു മനക്കരുത്തൊക്കെ നേടിയിട്ട് അത് എന്താ അച്ചീവ് ചെയ്യാനായിട്ട് നോക്കൂ കേട്ടോ. അങ്ങനെ ഒരു ക്വാളിറ്റി, ഒരു എന്താ പറയാ, അതാ അത്യാവശ്യം എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്. അത് നികേഷ് ഏട്ടന് പ്രത്യേകിച്ചുണ്ട്. രണ്ടുപേരും എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് ജോബ്, രണ്ടുപേരെയും ഒരുപാട് ഇഷ്ടം. അത് കുറച്ച് അധികം പേര് ജോലിയെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കഴിഞ്ഞ Q&A നമ്മൾ Q&A ഒരുപാട് 2 വർഷമൊക്കെ ആയി തോന്നുന്നു ചെയ്തിട്ട്. അതിലൊക്കെ ഇതുപോലെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു. ഒരുപാട് ഉത്തരങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ഇപ്പം ആദ്യമായിട്ടൊക്കെ പഠിത്തു വന്ന സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക എന്ന് കരുതുന്നു. എനിക്ക് ബിസിനസ്സാണ്, എനിക്ക് ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, പിന്നെ ഞാൻ ഷെയറിൻ്റെ ട്രേഡിങ്ങും അത്തരം കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. സോനു, ഞാനൊരു കസ്റ്റമർ സപ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോബാണ്. അതെവിടെ കാക്കനാട് തന്നെയാണ് ജോലി. അതിന്റെ കൂട്ടത്തിൽ പറയാം, ഞങ്ങൾ സെറ്റിൽഡ് ആയിരിക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് കാക്കനാടാണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. ഞങ്ങളുടെ സ്വന്തം ഫ്ലാറ്റാണ്, ചെറിയൊരു ഫ്ലാറ്റാണ്. ഞങ്ങൾ ഹോം വ്ലോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ കാണണം എന്നുള്ളൊരു അത് കാണാം. ചെറിയൊരു ഫ്ലാറ്റാണ് ഞങ്ങളുടെ. എന്നാലും സ്വന്തമായതുകൊണ്ട് തന്നെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഞങ്ങളുടെ ഈ ചെറിയ ഫ്ലാറ്റിൽ ഞങ്ങളുടെ ജീവിതം ഇപ്പൊ 7 വർഷം ആവാറായി. ഇനി കുറച്ച് ദിവസം കൂടിയുള്ളൂ. 7 വർഷം ആയിട്ട് ജീവിക്കുന്നു. ഇനിയും ഒരുപാട് വർഷങ്ങൾ ജീവിക്കുന്നു, ഹാപ്പി ആയിട്ട് ജീവിക്കണം ആഗ്രഹിക്കുന്നു. അടുത്ത ചോദ്യം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. 2 ചേട്ടായിമാര് എനിക്ക് ചോദിക്കാനുള്ള ബിഗ് ബോസ് വിളിച്ചാൽ പോകുമോ എന്നാണ്. അത് നമ്മൾ ആൻസർ ചെയ്തായിരുന്നു. എല്ലാവർക്കും ബിഗ് ബോസ് ആണല്ലോ, എല്ലാരും പോണോ ഞങ്ങള്? അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഹായ് ബ്രദേഴ്സ്, രണ്ടാളുടെയും ഫേവറേറ്റ് ഫുഡ് ഏതാണ്? സോനു ഉണ്ടാക്കുന്നതിൽ ഫേവറേറ്റ് ഫുഡ് നികേഷ് ഏട്ടന് ഇഷ്ടപ്പെട്ടത് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നികേഷ് ഏട്ടന്റെ ഫേവറേറ്റ് ഫുഡ് ഏതാ? എന്റെ ഫേവറേറ്റ് ഫുഡോ? എനിക്ക് ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത്, എന്റെ ഫേവറേറ്റ് ഫുഡ് ഏതാ സോനുവിന് അറിയോ? എനിക്ക് എല്ലാം ഫേവറേറ്റ് ആണല്ലേ. കഴിക്കാൻ എന്ത് വെച്ചു കൊടുത്താലും ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് രീതിയിലാണ്. എന്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും ഹോട്ടലിൽ പോയി ഏതൊക്കെ കഴിക്കാറ്? എല്ലാം തിന്നുന്നുണ്ട്, ഫേവറേറ്റ് ഒന്നും ഇല്ല. അയ്യോ അതെ, ഞാനും അതിന്റെ ആലോചിക്കണേ. ഒക്കെ ഫുഡ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു വീക്ക്നെസ് ആണ്. കൊറേ ലിസ്റ്റില് ഉള്ളതില് ഓർമ്മ പറയാൻ ഇപ്പൊ ചോദിച്ച സ്ഥിതിക്ക് ഞാന് എന്തെന്നാ പറയാ, എനിക്കിപ്പോ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത്, എൻ്റെ ഫുഡിൻ്റെ ഇഷ്ടങ്ങൾ മാറി മറിഞ്ഞ് വരാറുണ്ട്. ഒരു സമയത്ത് എനിക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു ഇഷ്ടം, ഒരു സമയത്ത് കപ്പയും മീൻകറി ആയിരുന്നു ഇഷ്ടം. ഇപ്പോൾ എനിക്കെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചോറും മീൻകറിയും മീൻ വറുത്തതും അത് കഴിക്കാനാണ് ഇപ്പം എനിക്ക് കൊതി തോന്നണത്. ഇപ്പോൾ കുറച്ച് നാളായിട്ടും, ഞാൻ കുറച്ച് ദിവസം മുമ്പും ഇങ്ങനെ അല്ലേ എന്നോട് പറഞ്ഞിരുന്നു. ചോറ്, ആ മീൻകറി, നമ്മുടെ ആ മീൽസിൽ സാധാരണ ആ ഒരു മീൽസ് കഴിക്കുന്നതാണ്. മീൻചാറൊക്കെ കൂട്ടി, മീൻ വറുത്തതൊക്കെ കൂട്ടി, പപ്പടവും ഒക്കെ കൂട്ടി, ഇങ്ങനെ ഉപ്പേരിയൊക്കെ കൂട്ടി തിന്നണം. എനിക്ക് എന്നാൽ വിശന്നിരിക്കും എപ്പോഴും ഇതൊക്കെ പറയണേ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ എനിക്കും ഇങ്ങനെ കുറച്ച് ലിസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ആ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എല്ലും കപ്പ എന്നൊക്കെ പറയുന്ന പോലെ കപ്പ ബിരിയാണി എന്ന് നമ്മൾ പറയും ഇവിടെയൊക്കെ. എറണാകുളത്തും ഞങ്ങളുടെ ഇവിടെ കപ്പ പുഴുക്കെന്നാ പറയുന്നത്. അതായത് എല്ലുള്ള പോത്തിറച്ചിയും കപ്പയൊക്കെ ഇട്ട്. ചക്കപ്പുഴുക്കില്ലേ? ചക്കപ്പുഴുക്കുണ്ട്. ചക്കപ്പുഴുക്ക്, കപ്പപ്പുഴുക്ക്, പുഴുക്കിന്റെ ഒരു അതെ അതെ പുഴുക്കെല്ലാം എനിക്ക് ഇഷ്ടമാണ്. അതിൽ ഏറ്റവും ടോപ്പിൽ വരുന്നത് കപ്പ ബിരിയാണിയാണ്. ആ എല്ലൊക്കെ ഇട്ടുള്ള കപ്പ, ബീഫ്, അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വേറെ ഒന്നിനും കിട്ടില്ല. അതാണ് എന്റെ കപ്പ ബിരിയാണി. പുഴുക്ക് സോനു കണ്ടമാനം കഴിക്കാറുണ്ട്. കപ്പപ്പുഴുക്ക്, ചക്കപ്പുഴുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, അതെന്താന്ന് വെച്ചാൽ ഒരു കാലത്ത് എന്താ ഞങ്ങളുടെ വീടിന്റെ ഇവിടെയൊക്കെ ഞങ്ങൾ സ്ഥിര ഭക്ഷണമായിരുന്നു അതിപ്പോഴാണ് കുറച്ച് നമ്മുടെ ഹെൽത്തൊക്കെ നോക്കണല്ലോ, അപ്പൊ അതിനനുസരിച്ച് വല്ലപ്പോഴും ആക്കി. പിന്നെ ആ ആള് തന്നെ ചോദിച്ചിട്ടുണ്ട്, സോനു ഉണ്ടാക്കുന്ന ഫുഡിലെ നികേഷ് ഏട്ടന്റെ ഫേവറേറ്റ് ഏതാണ്? സോനു ഉണ്ടാക്കണ ഫുഡിലെ ഫേവറേറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു, ഇഷ്ടമാണ് പറഞ്ഞു, ഞാൻ ഒന്നും പറയാൻ പോണില്ല കേട്ടോ, ഇഷ്ടപ്പെട്ടില്ലേലും പറഞ്ഞു. സോനു ഉണ്ടാക്കണേല് എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് മീൻകറിയാണ്. മീൻകറി ഇഷ്ടമാണ്. മീൻകറിയും ചിക്കൻ കറി, ഈ 2 കറികളും സോനു ഉണ്ടാക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. മീൻകറി ആയിരിക്കും ഏറ്റവും നമ്പർ 1 എന്ന് പറയുന്നത് മീൻകറിയാണ്. മീൻകറി ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നാറുണ്ട്. അതൊരു വ്യത്യസ്ത ടൈപ്പിലാണ് ഉണ്ടാക്കാറ്. ഇപ്പൊ തൃശ്ശൂരൊക്കെ അമ്മയൊക്കെ വെക്കുന്ന ടൈപ്പ് ആ ഒരു രീതി വേറെയാ. അമ്മച്ചിയും സോനും ഒക്കെ വെക്കണത് വേറെ രീതിയിലാണ്. അപ്പോ കോട്ടയം സ്റ്റൈലില് ആ രീതിയിലാണ്, അമ്മ തൃശ്ശൂർ സ്റ്റൈലിലാണ്. രണ്ടും അമ്മ വെക്കണ മീൻകറിയും ചിക്കൻ കറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അമ്മച്ചി വെക്കണതും ഇഷ്ടമാണ്. രണ്ടും രണ്ട് രീതിയിലാ. അപ്പൊ എനിക്ക് രണ്ടും കൊതിയാ, രണ്ടും കാണുന്നത് കുറെ തിന്നും. അപ്പൊ സോനു ഉണ്ടാക്കണതിൽ മീൻകറിയാണ് ഇഷ്ടം. അപ്പൊ അടുത്ത ആള് ചോദിച്ചേക്കുന്ന യാത്രാ പോവുകളെല്ലാം ഇഷ്ടമാണ്, ഇനി ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ രണ്ടുപേരുടെയും ഏതാണ്? യാത്രാ വ്ളോഗൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമെന്ന് കേട്ടതിൽ സന്തോഷം. ഞങ്ങൾ കൂടുതൽ യാത്രാ വ്ളോഗുകൾ പോകുമ്പോൾ ഇടാം. ആഗ്രഹിക്കുന്നുണ്ട് ഇനിയുള്ള കാലങ്ങളിൽ കൂടുതൽ യാത്ര ചെയ്യണമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും യാത്ര ചെയ്യുകയാണെങ്കിൽ വ്ളോഗുകൾ ഉറപ്പായിട്ടും വരും. അതിന്റെ കൂട്ടത്തിൽ എന്താ ചോദിച്ചത്? ഡെസ്റ്റിനേഷൻ യാത്ര ചെയ്യാൻ ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു പ്ലേസ് ഒന്നും ഇല്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ കുറേ സ്ഥലങ്ങൾ ഹിൽ സ്റ്റേഷൻസ് ഒക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയിട്ടില്ല. ഇപ്പോൾ കാശ്മീരാണെങ്കിലും മണാലി, ഹിമാലയാസ്, ആ ഭാഗങ്ങളിലൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം നടക്കട്ടെ ആഗ്രഹങ്ങളൊക്കെ. അപ്പൊ അയാൾ തന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഹൂ നോസ് മീ ബെറ്റർ ചെയ്താൽ ആര് ജയിക്കും എന്നാ തോന്നുന്ന ചേട്ടന്മാര്? ഞാൻ സമ്മതിച്ചു, നികേഷ് ചേട്ടൻ തന്നെയായിരിക്കും ജയിക്കുക. ആളുടെ ചോദ്യത്തിലേക്ക് പോവാം. നിങ്ങൾ ഗേ കപ്പിൾസ് ആണ്, എപ്പോഴെങ്കിലും ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ പരസ്പരം സാറ്റിസ്ഫൈഡ് ആണോ? തീർച്ചയായിട്ടും ഞങ്ങൾ ആദ്യം തന്നെ പറയാം, 100% സാറ്റിസ്ഫൈഡ് ആണ്. ഗേ കപ്പിൾ ആയതുകൊണ്ട് സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയേ ഇല്ല. എന്നാന്ന് വെച്ചാൽ ഗേ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു പുരുഷനോട് മാത്രമേ ലൈംഗികമായിട്ട് താല്പര്യം തോന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമ്മൾ സ്ത്രീയെ കുറിച്ച് എങ്ങനെ ആലോചിക്കും? ലൈംഗികപരമായിട്ട് മാത്രമല്ല, പ്രണയം എന്ന് പറയുന്നതും അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രണയത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ലൈംഗികത വരുന്നതും. അപ്പൊ പ്രണയം, ലൈംഗികത എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു പുരുഷനോട് മാത്രമേ തോന്നുള്ളൂ. അത് നമുക്ക് ഒരിക്കലും ഒരു സ്ത്രീയോട് തോന്നില്ല. സ്ത്രീയെ നമുക്കൊരു പെങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു അതായത് അമ്മയായിട്ട് ആ രീതി മാത്രമേ, സഹോദരിയായിട്ട് നമുക്ക് ഫീൽ ആവും, ഫ്രണ്ടായിട്ട് നമുക്ക് ഫീൽ ആവും, അമ്മയായിട്ട് ആ പ്രായമുള്ളവരെ അമ്മയായിട്ട് നമുക്ക് ഫീൽ ആവും. അതിലപ്പുറം ഉള്ള ഒരു ഇത് നമുക്ക് വരില്ല. അത് നമുക്ക് സെയിം ജെൻഡറിനോടെ വരുവുള്ളൂ. അത് അത്തരം ആൾക്കാര്, അത്തരം ഗേ എന്ന് പറയുന്ന ആൾക്കാര് അങ്ങനെ ജന്മനാ ജനിക്കുന്നുമാണ്. ഇത് ഞങ്ങൾ ഒരുപാട് ഇന്റർവ്യൂസിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മറ്റ് കാറ്റഗറീസ് പലതും വേറെ ഉണ്ടാവാം, പക്ഷെ ഗേ എന്ന് പറയുന്നത് ആ രീതിയിൽ നമ്മള് നമ്മൾ ജനിക്കുമ്പോൾ ആയി വരുന്നതാണ്. അത് നമ്മള് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോ തന്നെ ആദ്യത്തെ കുറച്ച് മാസങ്ങളില് ഈ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ സമയത്താണ് ഇതാവുന്നതെന്നാണ് സയന്റിഫിക് രീതിയിൽ പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മളിത് നമ്മുടെ കൗമാരഘട്ടങ്ങളിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അട്രാക്ഷൻസ് തുടങ്ങുന്ന സമയത്ത്, വേറൊരു വ്യക്തിയോട് ഫിസിക്കൽ അട്രാക്ഷന് ഒക്കെ തുടങ്ങുന്ന സമയത്താണ് നമ്മൾ സ്വയം മനസ്സിലാക്കുന്നത് നമ്മൾ ഗേ ആണ്, നമുക്ക് സെയിം ജെൻഡറിനോടാണ് അട്രാക്ഷൻ എന്നുള്ളത്. അപ്പൊ നമുക്ക് ഒരിക്കലും ഫീമെയിലിനോട് തോന്നില്ല. പിന്നെ ഫീമെയിലിനെ കല്യാണം കഴിക്കുന്ന, ഓപ്പോസിറ്റ് ജെൻഡറിനെ കല്യാണം കഴിക്കുന്ന കേസ് ഉണ്ട്. അവര് സമൂഹത്തിന്റെ പ്രഷർ കൊണ്ടും വീട്ടുകാരുടെ പ്രഷർ കൊണ്ടും പിന്നെ ഈ പറഞ്ഞ പോലെ ചില സ്വാർത്ഥന്മാരായിട്ടുള്ള കേസുണ്ട്. ഈ സ്ത്രീകളെ കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീധനം കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ കല്യാണം കഴിക്കുന്ന കുറേ ഗേ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതിപ്പോൾ നമുക്ക് അവരെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. കാരണം ഏത് കമ്മ്യൂണിറ്റി എടുത്താലും അതിൽ നല്ല ആൾക്കാരും ഉണ്ടാവും, ചീത്ത ആൾക്കാരും ഉണ്ടാവും. അത് തിരിച്ചറിയുക എന്നുള്ളത് ഓരോരുത്തരുടെ ഇത് അനുസരിച്ചിരിക്കും. അതെ, ഹെറ്ററോസെക്ഷൽ കമ്മ്യൂണിറ്റി എടുക്കുമ്പോൾ തന്നെ അതിലും നല്ല ആൾക്കാരും ഉണ്ട്, ചീത്ത ആൾക്കാരും ഉണ്ട്. അതുപോലെ തന്നെ ഗേ കമ്മ്യൂണിറ്റി, LGBT കമ്മ്യൂണിറ്റിയിലും സെയിം തന്നെ. അത് ഞാനത് പറഞ്ഞതിന്റെ കാരണം ഞങ്ങൾക്ക് അറിയാം, എനിക്കും സോനുവിനെ അറിയാം, ഇതേ കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള ആൾക്കാർ, ഗേ ആയിട്ടുള്ള ആൾക്കാർ, ലെസ്ബിയൻ ആയിട്ടുള്ള ആൾക്കാർ, അവരൊക്കെ തന്നെയും ഇപ്പൊ ഈ കാലഘട്ടത്തിൽ, ഇത്രയും മുന്നോട്ട് എത്തിയിട്ടുള്ള കാലഘട്ടത്തിലും ഈ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് ജെൻഡറിനെ കല്യാണം കഴിച്ച് അവരുടെ ജീവിതം കൂടി നശിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അതിപ്പോൾ നമ്മൾ ആരുടെ പേരും എടുത്ത് പറയാനോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇടപെടാനോ നമ്മളില്ല. പക്ഷെ നമ്മൾ പൊതുവായിട്ട് പറയും, നിങ്ങളത് അറിഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും നിങ്ങൾ ഒരാളുടെ ജീവിതം നശിപ്പിക്കുക എന്ന് പറയുന്നത് തെറ്റാണെന്നുള്ളത് ഞാനും സോനും പറഞ്ഞു. പണ്ടത്തെ കുറെ വർഷങ്ങൾക്ക് മുമ്പൊക്കെയാണെങ്കിൽ നമുക്കത് പിന്നെ അവർ പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ഈ 2025 എത്തിയിരിക്കുമ്പോൾ എന്തൊക്കെ കാര്യം പറഞ്ഞാലും അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെന്നാന്ന് വെച്ചാൽ അവരതിനെ ന്യായീകരിക്കും. അത് അവരുടെ മുടന്തൻ ന്യായം എന്ന് തന്നെ ഞങ്ങൾ പറയുള്ളൂ. അടുത്ത ചോദ്യം, രണ്ടാളുടെയും ജോലി എന്താണ്, കുക്കിംഗ് ബ്ലോഗ് ചെയ്യണേ, അതൊക്കെ നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. കുക്കിംഗ് ബ്ലോഗ് ചെയ്യാൻ നോക്കാം. പിന്നെ അടുത്ത നികേഷിന്റെയും സോൻചേട്ടന്റെയും ജോലി എന്താണ്, അതും നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. വീണ്ടും അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ കുറെ വന്നിട്ടുണ്ട് കേട്ടോ.
സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യണ്ട. അതെ, പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് പറഞ്ഞു. അഡോപ്ഷൻ പ്ലാൻ ഉണ്ടോ, വർക്കിംഗ് എവിടെയാണ്, അതേപ്പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതെ. പിന്നെ അടുത്ത ഇത് വന്നിട്ടുണ്ട്. ഹായ് സോനു ആൻഡ് നികേഷ്, നെവർ മിസ് എ സിംഗിൾ വീഡിയോ ദാറ്റ് യു പുട്ട്. ഇൻഫാക്ട് ഐ വെയിറ്റ് ഫോർ യുവർ വീഡിയോ. നമ്മളൊരു വീഡിയോയിൽ പെറ്റിനെ എടുക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നു, അപ്പൊ അതേപ്പറ്റിയാണ്. അതെ, പെറ്റിനെ എടുക്കാൻ താല്പര്യം അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ ചില സാഹചര്യങ്ങൾ അതിന് അനുകൂലമല്ല ഇപ്പോൾ, അതുകൊണ്ടാണ് എടുക്കാത്തത്. ആ സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കും. ആഗ്രഹമുണ്ട്, അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. പിന്നെ നമ്മൾ പെറ്റിനെ എടുത്ത് കഴിയുമ്പോൾ ചുമ്മാ അങ്ങ് എടുത്താൽ പോരല്ലോ, നമ്മളതിനെ പൊന്നുപോലെ നോക്കണ്ടേ. നമ്മുടെ ഒരു ശരിക്കൊരു മനുഷ്യ കുട്ടിയെ നോക്കണ പോലെ തന്നെ നോക്കി തുടങ്ങണം. അപ്പൊ നമുക്കിപ്പോ എന്താ, വീട്ടുകാരെ അടുത്ത ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും എടുക്കാൻ നോക്കാമായിരുന്നു. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ നമുക്ക് അതിനെ ചുമ്മാ പെറ്റിനെ നോക്കണ സ്ഥലത്തൊക്കെ കൊണ്ട് ഏൽപ്പിച്ചാലും അവര് ശരിക്കും അതിനെ നോക്കിയല്ലോ. അപ്പൊ അങ്ങനെ അതിന് അസുഖം വരും, അങ്ങനെയുള്ള ഇതൊക്കെ ആലോചിക്കുമ്പോ ഇപ്പൊ ഏതായാലും ഇതൊരു റൈറ്റ് ടൈം അല്ല. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പിന്നെ അതിനുള്ള പല സാഹചര്യങ്ങളും. ഇപ്പൊ ഒന്നാമത് ഫ്ലാറ്റ് വളരെ ചെറുതാണ്. ഫ്ലാറ്റ് ആവുമ്പോ അറിയാലോ, എല്ലാവർക്കും അറിയാം, ചെറിയ ഫ്ലാറ്റ് ഒക്കെ ആവുമ്പോ അതിന്റെ സ്മെല്ല് എപ്പോഴും ഇങ്ങനെ തങ്ങി നിൽക്കും. പിന്നെ അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ അത് അതിന്റെ മുമ്പുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്റെ വീട്ടില് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു ടോമി, ജിമ്മി, ചിന്നു, 3 എണ്ണം ഉണ്ടായിരുന്നു. അതായിട്ട് അതിൽ പ്രത്യേകിച്ച് ടോമിയായിട്ട് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. ഇന്നും ഞാൻ പലപ്പോഴും ടോമിയെ ആലോചിക്കാറുണ്ട്. ടോമി ചത്തുപോയിട്ട് ഒരുപാട് കാലങ്ങളായി. പക്ഷെ അത് ശരിക്കും ഒരു മനുഷ്യനെ പോലെയായിരുന്നു ടോമി. എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1, 2, 3 വ്യക്തികൾ അല്ലെങ്കിൽ 3-4 വ്യക്തികളെ പറയുമ്പോൾ അതിലൊന്ന് ഈ പറഞ്ഞ ടോമി ഡോഗാണ്. എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് ടോമിയാണ്. കാരണം ഈ ഡോഗ്സിൻ്റെ ഒക്കെ ലവ് എന്ന് പറയുന്നുണ്ടല്ലോ, അത് അത്രയും സിൻസിയറാണ്. ഏറ്റവും സിൻസിയർ ഡോഗാണ്. നമുക്ക് 100% ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് മനുഷ്യരെ അങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം മനുഷ്യരെന്ന് പറയുന്നത് ദൈവാംഗത അങ്ങനെയാന്ന് തോന്നുന്നു സൃഷ്ടിച്ചുള്ള. പക്ഷെ മൃഗങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത്, ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് സിംഗപ്പൂര് പോയിട്ട് 1.5 years കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വന്നത് വീട്ടില്. അപ്പൊ പോണ സമയത്ത് ഞാൻ ടോമിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് 1.5 years കഴിഞ്ഞ് ഞാൻ വന്നപ്പോ അത് എന്നെ കണ്ടപ്പോ ഉണ്ടല്ലോ, വാലാട്ടിയിട്ട് സന്തോഷം കൊണ്ട് അതിനിങ്ങനെ മൂത്രം ഇങ്ങനെ പോവായിരുന്നു. അത്രയ്ക്കും ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ച് ആ കരഞ്ഞത്. പിന്നെ അത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പിന്നെ അത് ചത്തുപോയി. പക്ഷെ ഇന്നും അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോഴും ആഗ്രഹമുണ്ട് എനിക്ക് ടോമിയെ പോലെ ഒരെണ്ണം വേണമെന്ന്. പക്ഷെ ഇപ്പം അതിനുള്ള സാഹചര്യം ഇല്ല. സാഹചര്യം ആകുമ്പോൾ നമുക്ക് എടുക്കാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇടയ്ക്ക് വീഡിയോ ഇടാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇടയ്ക്ക് വീഡിയോ ഇടാത്തത് വേറൊന്നുമല്ല, ഈ പറഞ്ഞ പോലെ സോനുവിൻ്റെ വീട്ടുകാരെയായിട്ടും എൻ്റെ വീട്ടുകാരെയായിട്ടും ഞങ്ങൾ വളരെ ക്ലോസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ, ഇപ്പം എൻ്റെ വീട്ടിൽ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ, എൻ്റെ 2 ചേച്ചിമാര്, അവരുടെ ചേച്ചിമാരുടെ ഹസ്ബൻഡ്, അത് 2 ചേച്ചിമാര്, ഓരോരുത്തരുടെ അവരുടെ ഭർത്താക്കന്മാര്, അവരുടെ മക്കള്. അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, അതുപോലെ സോനുവിന്റെ അച്ചായി, അമ്മച്ചി, മനു, രോഹിണി, അവർക്കൊക്കെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളത് ബാധിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലുമൊക്കെ മരിക്കുമ്പോൾ ഒക്കെ ഞാൻ വളരെ ഇമോഷണൽ ഡൗൺ ആവും. അപ്പൊ ആ കുറച്ച് ദിവസമൊക്കെ ഞാൻ സോനുവിന്റെ അടുത്ത് പറയും, നമുക്ക് വീഡിയോ എടുക്കണ്ട, ഞാൻ അതിനുള്ള മൂഡിലല്ല, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ സോനുവിനോട് പറയാറുണ്ട്. അപ്പൊ സോനു അത് കേൾക്കുമ്പോൾ എന്നോട് പറയും, ചേട്ടൻ എപ്പോഴാണ് കംഫർട്ടബിൾ ആവുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ എടുത്താൽ മതി എന്ന് പറയും. അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ വയ്യാണ്ടിരിക്കുമ്പോൾ നമ്മൾ എടുക്കില്ല. ഇതുപോലെ നമുക്ക് ശരിക്കും 2 പേരും നല്ല ഹാപ്പി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മൾ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ട് വരുന്നത്, വീഡിയോ ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കൊച്ചു വിഷയങ്ങളുള്ളപ്പോൾ നമ്മൾ വരില്ല. അല്ലാതെ വേറെ ഇതായതുകൊണ്ടല്ല ഇടാത്തത് വീഡിയോ. പറ്റുന്ന സമയങ്ങളിലൊക്കെ നിങ്ങളുടെ അടുത്ത് തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇതിൽ കുറച്ച് പേരുണ്ട് നമ്മളെ തുടക്കം മുതലേ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വീഡിയോസ് ഏതിട്ടാലും കാണുന്ന, നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരെ കാണണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഇതിൽ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, എവിടുന്നാണ് ഡ്രസ്സൊക്കെ എടുക്കുന്നതെന്നാണ് ചോദിച്ചേക്കണേ. ഡ്രസ്സ് ഞങ്ങൾ പല ഓൺലൈനിൽ നിന്നാണ് കൂടുതലും വരുത്താറ്.
ഓൺലൈനിൽ തന്നെ മൈ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ ഇതൊക്കെ വരുത്തിയത്. പിന്നെ കഴിഞ്ഞ 3 വ്ലോഗിൽ ഇട്ടത് അതേന്നല്ലേ? അതെ. പക്ഷെ അത് തന്നെ ഞങ്ങൾ മാറി വേറെ സ്ഥലത്തൊന്നും മാറി മേടിക്കും. ബൈ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സ്ഥലമൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി അവിടുന്ന് മേടിച്ചു തുടങ്ങണം. ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതൊക്കെ മൈ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഓൺലൈനിന്നാണ് വരുത്താറ്. അതെ, നമ്മൾ ചിലപ്പോൾ ചില റീലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ അതിന്റെ പരസ്യം കാണുന്നതാണ് സജഷനിൽ. അപ്പൊ അങ്ങനെയൊക്കെ കണ്ട് നമ്മൾ ഓർഡർ ചെയ്യണതാണ്. ഞങ്ങൾ ഡ്രസ്സൊക്കെ ഭംഗിയുണ്ടോ? കമന്റ് വായിക്കാറുണ്ട്. അപ്പൊ അടുത്തത്, ഹലോ ഡിയേഴ്സ്, ഹോമോസെക്ഷൽ ആയിട്ടുള്ള ബോയ്സിന് ഗേൾസിനേക്കാളും അക്സെപ്റ്റൻസ് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ബോയ്സിനെയാണ് കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടുന്നതെന്നൊന്നുമില്ല. ബോയ്സിനെയും കിട്ടും, ഗേൾസിനെയും കിട്ടും. അത് നമ്മളെങ്ങനെ പബ്ലിക്കിനോട് എങ്ങനെ നമ്മൾ നിൽക്കുന്നു എന്നനുസരിച്ചാണ്. നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു, നമ്മൾ എന്താണ് അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നതെന്നനുസരിച്ചാണ് നമുക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ബോയ്സിനെ കൂടുതൽ കിട്ടുന്നു അല്ലെങ്കിൽ ഗേൾസിനെ കൂടുതൽ കിട്ടുന്നു അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അത് ഓരോ ഇൻഡിവിജ്വലിനെ ബേസ് ചെയ്തിട്ടാണ്. അത് ഓരോരുത്തർ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, എന്താണ് അവരുടെ ക്യാരക്ടർ, എന്താണ് കാണിക്കുന്നത്. അതെ, പിന്നെ ചിലവർ കാണാൻ വായി തോന്നിയത് പറഞ്ഞ് തോന്നിയാസം അതും ഇതൊക്കെ പറഞ്ഞ് കോപ്രായങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ എല്ലാത്തിനെയും സമൂഹം അക്സെപ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ അത് അവരുടെ ഇഷ്ടമായിട്ടോ എന്ത് കാണിക്കണം സോഷ്യൽ മീഡിയയിൽ നിന്ന്. അത് ഇഷ്ടമുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാം, ഇഷ്ടമില്ലാത്തവർക്ക് അത് കാണാതിരിക്കാം. അതെ, അല്ല, ഈ ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞതാ. ബോയ്സ് കപ്പിൾസിനെ, ഗേ കപ്പിൾസിനെ, ലെസ്ബിയൻ കപ്പിൾസിനേക്കാളും കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ടോ എന്നാണ് ഇപ്പൊ ചോദിച്ചത് അല്ലെ? അതല്ലേ ചോദിച്ചത്? അതില്ല, തീർച്ചയായിട്ടും ഇല്ല. അത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഗേ കപ്പിൾസിന് കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടുന്നൊന്നുമില്ല. അത് ഈ പറഞ്ഞ പോലെ നമ്മളെങ്ങനെ പെരുമാറുന്നു, എന്താണ് പ്രസന്റ് ചെയ്യുന്നത്, എങ്ങനെ അവരോട് സംസാരിക്കുന്നു, അതനുസരിച്ചാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അടുത്ത ചോദ്യം, ചേട്ടായിമാരെ സുഖമാണോ? നിങ്ങളിൽ ഒരാൾ എവിടെയെങ്കിലും പോയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എത്രമാത്രം മിസ് ചെയ്യും? രണ്ടുപേരുടെയും വീഡിയോസ് ഒത്തിരി ഇഷ്ടമാണ്, കട്ട മോട്ടിവേഷനാണ്. താങ്ക് യു. പറഞ്ഞു. മിസ്, അതായത് ഇടയ്ക്ക് ഞങ്ങൾ ഒത്തിരി അങ്ങ് പിരിഞ്ഞിരിക്കാറില്ല അല്ലേ? ഞാനായാലും ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകണം. അപ്പൊ ചിലപ്പോൾ പോകുമ്പോൾ ഞാൻ തനിച്ചായിരിക്കും പോകും. അപ്പൊ മാക്സിമം ഒരു ദിവസമൊക്കെയാണ് മിസ് ചെയ്തിരിക്കാറുള്ളൂ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും പരസ്പരം മെസ്സേജിലൂടെയും ഫോൺ കോളിലൂടെ ഒക്കെ എപ്പോഴും കണക്റ്റഡ് തന്നെ ആയിരിക്കും. അതെ, ഇപ്പൊ ഞങ്ങൾ 7 years ആവാറായി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. അപൂർവമൊക്കെ ആയിട്ടാണ് ഒരു 2-3 ദിവസമൊക്കെ മാറി നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ, അപൂർവമായിട്ട്. പിന്നെ വീട്ടിലേക്കൊക്കെ പോകുമ്പോഴാണ്, കാരണം സോനുവിന്റെ വീട്ടിൽ പോകുമ്പോൾ എപ്പോഴും ഞാൻ കൂടെ പോകാറില്ല, എൻ്റെ വീട്ടിൽ പോകുമ്പോൾ സോനു എപ്പോഴും കൂടെ വരാറില്ല. ഇടയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് പോകും. അപ്പൊ ആ ദിവസങ്ങളിൽ ഒരു ദിവസം ഞങ്ങൾ മാറി നിൽക്കാറുണ്ട്. ആ ഒരു ദിവസം മാറി നിൽക്കുമ്പോൾ അവരെ മിസ് ചെയ്യാറുണ്ട്, ഫോൺ വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെ അതിൽ കൂടുതൽ ഇങ്ങനെ ലോങ് ഗ്യാപ്പൊന്നും ഞങ്ങൾ തമ്മിൽ ഇതുവരെ വന്നിട്ടില്ല, ഇനി വരൂല്ല. കാരണം ഞങ്ങൾക്കത് പറ്റും തോന്നണില്ല. അങ്ങനെ കുറേ ദിവസം മാറി നിൽക്കുന്ന ഒരു ഏർപ്പാടിനെയും ഞാനും സോനും നിൽക്കില്ല. ചോദ്യത്തിലേക്ക് പോവാം. കുറെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഗേ ആണെന്ന് വീട്ടിൽ അക്സെപ്റ്റ് ചെയ്തു എങ്കിലും അത് പുറത്ത് അറിയുന്നതോ ഒരു പാർട്ണറുടെ കൂടെ ജീവിക്കുന്നതോ വീട്ടിലുള്ളവർ എതിർത്തു എങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ആ സമയത്ത് നിങ്ങൾ പരസ്പരം കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു എങ്കിൽ രണ്ടാളും എന്താവും തീരുമാനിക്കുക? വീട്ടുകാർ പറയുന്നത് അനുസരിച്ച് ഇഷ്ടം വേണ്ടെന്ന് വയ്ക്കുമോ? അതോ എത്രയായാലും എൻ്റെ ലൈഫല്ലേ, അതുകൊണ്ട് ആരെതിർത്താലും ഒന്നിച്ച് ജീവിക്കുക എന്ന് തീരുമാനിക്കുമോ? രണ്ടാളുടെയും റിപ്ലൈ പറയണേ. രണ്ടാളുടെയും റിപ്ലൈ പറയണമെന്ന് പറഞ്ഞു. അപ്പൊ എന്നാ ശരി, ഞാൻ ആദ്യം എൻ്റെ റിപ്ലൈ പറയാം. വീട്ടുകാരെ എതിർത്താലും ഞങ്ങൾ ഒന്നിക്ക് തന്നെ ചെയ്യും, അതങ്ങനെയാണ്. ഈ പറഞ്ഞ പോലെ തുടക്കകാലത്തൊന്നും ഞങ്ങളുടെ വീട്ടുകാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ടില്ല. എൻ്റെ അമ്മ കുറച്ച് സപ്പോർട്ട് ഉണ്ടായിരുന്നു. സോനുവിൻ്റെ വീട്ടിൽ നിന്ന് തുടക്കകാലത്ത് കുറച്ചൊരു എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അക്സെപ്റ്റൻസ് വന്നത്. ഇനിയിപ്പോൾ വീട്ടുകാർ എതിർത്തില്ലെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും. പക്ഷെ അവരായിട്ടുള്ള കണക്ഷൻസ് ഒന്നും ഞങ്ങൾ വിടില്ല. അതിൻ്റെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ വളർത്തിയതും പഠിപ്പിച്ചതും നല്ല രീതിയിൽ എത്തിച്ചതും ഒക്കെ അവരാണ്. അപ്പോൾ ആ ഒരു കടപ്പാട് എന്ന് പറയുന്നത് അവസാന ശ്വാസം പോണ വരെ ഞങ്ങൾക്ക് അവരോട് ഉണ്ടാവും. പക്ഷെ അതിൻ്റെ അർത്ഥം അവർ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കേൾക്കുന്നല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ആ ഒരു വ്യക്തിത്വം ഉണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് പവറുണ്ട്. ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത് ഏത് രീതിയിൽ വേണമെന്നുള്ളത്. അപ്പം അതൊന്നും അവർ പറഞ്ഞുകൊണ്ട് മാറാൻ പോകുന്നില്ല. പക്ഷെ ഞങ്ങൾ വീട്ടുകാരെ എതിർത്താലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ആവും, അത് ഉറപ്പാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അവരെ തള്ളിക്കളയില്ല, അതൊരിക്കലും ഞങ്ങൾ ചെയ്യില്ല. സോനും ചെയ്യില്ല, ഞാനും ചെയ്യില്ല. അത് ലൈഫ് ലോങ് ഞങ്ങൾ അവരെ ഞങ്ങൾ പറ്റുന്ന പോലെയൊക്കെ നോക്കും. അവരോടുള്ള നന്ദി പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയധികം നന്ദിയുണ്ട് എൻ്റെ അമ്മയോടും സോനുവിൻ്റെ അച്ചായോടും അമ്മച്ചിയോടും ഞങ്ങളുടെ സിബ്ലിങ്സിനോടും ഒക്കെ. എൻ്റെ കാര്യത്തിലും അതേ അഭിപ്രായം തന്നെ കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഞാനും വീട്ടിൽ പറഞ്ഞത് ഏകദേശം ഒരു 30 വയസ്സ്
ആ സമയത്ത് എത്തിയപ്പോഴാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഐഡൻറ്റിറ്റി അവർ അംഗീകരിച്ചു. അതൊരു വലിയ സന്തോഷമായിരുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ ആളെ പറ്റി പറഞ്ഞപ്പോൾ അവർക്കത് ആദ്യമായിട്ട് കേൾക്കുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ, അവർക്ക് ഇതേപ്പറ്റി ഒരു വിവരവും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പം അങ്ങനെ ആ സമയത്ത് പറഞ്ഞപ്പോൾ ആദ്യം കേട്ടപ്പോൾ എന്തോ ഒരു തോന്നി, എന്നാലും ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുറത്ത് പറയില്ല എന്നുള്ള ഒരു ഇത് മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്, അല്ലാതെ അവർ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ പുറത്ത് കറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഏതായാലും ഞങ്ങളുടെ ലൈഫല്ലേ, അവർക്ക് അക്സെപ്റ്റ് ചെയ്യാതെ ഇരിക്കാനും വയ്യല്ലോ. പിന്നെ രണ്ടുപേരും എന്താ, ഒരാൾ 30-നോടടുത്ത്, ഒരാൾ 35 ഒക്കെ ആയിരുന്നു ഏജ് ആ സമയത്ത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വീട്ടുകാരെ എതിർത്താലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ താമസിക്കുമായിരുന്നു, ഒപ്പം തന്നെ അവരെ നോക്കും. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. അടുത്ത് സോനു ആൻഡ് നികേഷ് ചേട്ടാ, വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, ഫുൾ സപ്പോർട്ട് ബോത്ത് ഓഫ് യു. ബട്ട് വീഡിയോ മാക്സിമം കൺസിസ്റ്റന്റ് ആയി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കണേ, രണ്ടുപേരുടെയും ജോലി എന്താണെന്ന് പറയാമോ? അപ്പൊ ഇതിന്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഒരുപാട് പേര് പറയാറുണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് പറയാറുണ്ട്. ശ്രമിക്കാം, ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ പറ്റണ പോലെയൊക്കെ തീർച്ചയായിട്ടും. അപ്പൊ ഇതിന്റെ കാരണങ്ങൾ ഇപ്പൊ നികേഷ് ചേട്ടൻ മുന്നേ സൂചിപ്പിച്ചായിരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ടാണ്. ഇപ്പൊ ജോലിയുടെ കാര്യം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അത് കേട്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കണം. പിന്നെ നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് ജോബ്, അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ചേട്ടൻസ് അബ്രോഡ് മൂവ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. നാട്ടിൽ തന്നെ സെറ്റിൽ ആവാനാണ് നമ്മുടെ പ്ലാൻ. അടുത്തത് ഏറ്റവും ഹാപ്പി ആകാനുണ്ടായ സംഭവം എന്താണ്? ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിട്ട് ഉണ്ടാവാനുള്ള സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റി വീട്ടുകാരോട് തുറന്നു പറയാനുള്ള ധൈര്യം നമ്മൾ കാണിച്ചു, പുറത്തോട്ട് വന്നു, നമുക്ക് ഇഷ്ടമുള്ള പങ്കാളിനെ നമ്മൾ ചൂസ് ചെയ്തു, ആ ആളുടെ കൂടെ നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കണം. ആ ധൈര്യം നമ്മൾ കാണിച്ചതാണ്. പലർക്കും സാധിക്കാറില്ല അത്, നിങ്ങൾക്ക് തന്നെ അറിയാലോ. അത് സമൂഹത്തിൽ പല ആൾക്കാരും പേടിച്ചിരുന്ന് ഇങ്ങനെ പോവും. ആ ധൈര്യം വേണം. ഞങ്ങൾക്ക് ആ സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കി എടുക്കുകയായിരുന്നു, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പലരും ചോദിക്കും, നിങ്ങൾക്ക് അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയത്, എന്താ നിങ്ങൾക്ക് ഇത്ര സൗകര്യം ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾ കമ്മിങ് ഔട്ട് ചെയ്തത്. അതിലൊന്നും ഒരു ഇതും ഇല്ല കേട്ടോ. നമ്മുടെ സാഹചര്യം, നമ്മുടെ ഇതെന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുത്താണ്. ഞങ്ങളുടെ സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കി എടുത്തിട്ടാണ് ഞങ്ങൾ കമ്മിങ് ഔട്ട് ചെയ്തത്, അല്ലാതെ വെറുതെ സേഫ് സോണിൽ ഇരുന്ന് പറയുന്നതല്ല. ഞങ്ങളുടെ സേഫ് സോൺ എന്ന് പറയുന്നത് ഞങ്ങൾ കെട്ടിപ്പൊക്കിയതാണ്. എന്നിട്ട് ഞങ്ങൾ കെട്ടിപ്പൊക്കിയ സേഫ് സോണിൽ എത്തിയിട്ടാണ് ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ്. എന്തോരം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് അറിയോ? കേരളത്തിലെ ആദ്യത്തെ തുറന്നു പറഞ്ഞ സ്വർഗ ദമ്പതികൾ എന്നൊക്കെ പറഞ്ഞ ഹെഡ്ലൈൻ വരുമ്പോ അതിന്റെ ഒപ്പം ഞങ്ങൾ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ, ഞങ്ങളുടെ വീട്ടുകാർ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് അത്രയധികമാണ്. പക്ഷെ ആ ബുദ്ധിമുട്ട് അനുഭവിച്ചതിന്റെ ആ ഒരു ഇതാണ്, ഹാപ്പിനെസ് ആണ് ഇപ്പൊ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് അതിന്റെ കാരണം. അതെ, എന്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്റെ കമ്മിങ് ഔട്ട് ചെയ്തപ്പോ വീട്ടിൽ പറഞ്ഞത്. അതുപോലെ തന്നെ പിന്നെ രണ്ടാമത്തെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നികേഷേട്ടനുമായിട്ട് ഒരു ജീവിതം ഉണ്ടായത്. ഇത് രണ്ടുമാണ് എന്റെ കാര്യത്തിൽ പറയാനുള്ളത്. തിരിച്ചു എന്റെ കാര്യത്തിൽ വന്നത്. പിന്നെ അടുത്തതും സെയിം ക്വസ്റ്റ്യൻസിന്റെ ആട്ടോ ചോദിച്ചേക്കണേ. ചേട്ടന്മാരെ സുഖമല്ലേ, ജോലി എവിടെയാണ്, വർക്ക് അറ്റ് ഹോം ആണോ? ചേട്ടന്മാരെ സുഖമല്ലേ എന്ന് വെച്ചാൽ സുഖം, പരമസുഖം. രണ്ടാളും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ട് ലൈഫ് പോകും. അതെ, ഫ്ലാറ്റ് എവിടെയാണെന്ന് അതെല്ലാം ചോദിച്ചിട്ടുണ്ട്. ജോലിയും അതെല്ലാം നമ്മള് മുന്നേ ആൻസർ ചെയ്തിട്ടുണ്ട്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ, ഇനിയില്ല. എന്നാന്ന് വെച്ചാൽ മിക്ക ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് നമ്മൾ എല്ലാം എടുക്കാതിരുന്നത് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഇത്രയും ഹാപ്പി ആയിട്ടും പോസിറ്റീവ് ആയിട്ടും ഇരിക്കാൻ പറ്റുന്നത്? സീക്രട്ട് ഷെയർ ചെയ്യാമോ? അങ്ങനെയൊന്നുമില്ല. ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റണത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ഹാപ്പിനെസ് ഒക്കെ, സന്തോഷം വേണോ സങ്കടം വേണോ എന്നൊക്കെ പലപ്പോഴും തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളിപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന വീഴ്ചകളും നമുക്ക് ഉണ്ടായിട്ടുള്ള വീഴ്ചകളും ആലോചിച്ചുകൊണ്ട് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമില്ല. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ അതൊക്കെ തരണം ചെയ്ത് വന്ന് ഉള്ള സൗകര്യങ്ങളിൽ അല്ലെങ്കിൽ എന്താണോ നമുക്കുള്ളത് അതിൽ ഹാപ്പി ആയിട്ട്, നമുക്ക് ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽ നമ്മൾ ഹാപ്പി ആയിട്ട് പോകാൻ തീരുമാനിച്ചാൽ നമ്മൾ ഹാപ്പിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങളോട് തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത്, ഞങ്ങൾക്ക് സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എനിക്ക് എന്നോടും റെസ്പെക്ട്, സോനുവിനെയും റെസ്പെക്ട് ചെയ്യണം. അപ്പോൾ ആ സെൽഫ് റെസ്പെക്ട് ഉള്ളതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് ഞങ്ങളുടെ ജീവിതം മൊത്തം പോയിട്ടുള്ളത്. ഞങ്ങൾ തന്നെ ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട്, ബഹുമാനിക്കുന്നതുകൊണ്ടും, മറ്റുള്ളവരെ ഞങ്ങൾ ബഹുമാനിക്കുന്നതുകൊണ്ടും, മറ്റുള്ള ജനങ്ങളെ ഞങ്ങളെ എതിർക്കുന്ന ആൾക്കാരെ പോലും ഞങ്ങൾ ആ ഒരു രീതിയിലാണ് ഞങ്ങൾ കാണാറുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എതിർപ്പാണെങ്കിൽ എതിർപ്പ്, അല്ലാതെ അവരെ ഞങ്ങളെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാത്തോടത്തോളം കാലം, വെർബൽ അറ്റാക്ക് ഒന്നും ഇല്ലാത്തോടത്തോളം കാലം ഞങ്ങൾ അങ്ങോട്ട് ആരെയും ഇതാക്കാൻ പോയിട്ടില്ല. നിങ്ങൾക്ക് ഞങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഓക്കെ, അംഗീകരിക്കുകയാണെങ്കിൽ അംഗീകരിക്കുക. അതല്ലാതെ അതും പറഞ്ഞ് തല്ലൂട്ടത്തിനും വഴക്കിനും ഒന്നും പോയിട്ടില്ല. സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതമാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതിപ്പോൾ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നു. ഹാപ്പിയാണ്, കിട്ടിയ ജീവിതത്തിൽ ഹാപ്പിയാണ്, ഒന്നുകൊണ്ടും പരാതി ഇല്ല.
ഹാപ്പി ആയിട്ട് പോകുന്നു. അത് തന്നെയാണ് ഞങ്ങളുടെ സന്തോഷത്തിന്റെ. പിന്നെ പരസ്പരമുള്ള ആ ട്രസ്റ്റ്. ഞാൻ സോനുവിനെ ഒരുപാട് വിശ്വസിക്കുന്നു, സോനു എന്നെ ഒരുപാട് വിശ്വസിക്കുന്നു. അപ്പൊ ആ ട്രസ്റ്റും നമ്മളെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ ജീവിതത്തിൽ ഉണ്ടായതും എന്തിനും ഏതിനും ഒരാളുണ്ട്, താങ്ങും തണലുമായിട്ട് ഒരാളുണ്ട് എന്നുള്ള ആ തോന്നലും ഒക്കെയാണ് ഞങ്ങളുടെ ജീവിതം ഹാപ്പി ആയിട്ട് പോകുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു സീക്രട്ടും ഇല്ല. ജീവിതം എന്ന് പറയുമ്പോൾ രണ്ടും സമ്മിശ്രമാണല്ലോ. ഹാപ്പിനെസ്സും കാണും, അതുപോലെ തന്നെ ദുഃഖവും കാണും. അപ്പൊ അതൊക്കെ നമ്മൾ എങ്ങനെ നേരിട്ട് പോകുന്നു എന്നുള്ളത്. ഞങ്ങൾക്ക് ഹാപ്പിനെസ് മാത്രമല്ല കേട്ടോ ഉണ്ട്, അത് ഇഷ്ടം. നമ്മള് ഒരു സൈഡ് മാത്രമാണ് സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കുന്നുള്ളത്. ദുഃഖങ്ങൾ അത് എല്ലാവരുടെയും ജീവിതത്തിൽ പോയി കാണുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സങ്കടങ്ങളില്ലേ, ദുഃഖങ്ങളില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും, ഉറപ്പാണ്. അപ്പൊ അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ദുഃഖങ്ങളൊക്കെ വരാറുണ്ട്. അത് മരിക്കണോട് വരെ മനുഷ്യനായിട്ട് ജനിച്ച എല്ലാവർക്കും അങ്ങനെ. അതെ, അതുണ്ട്. പക്ഷെ ആ ദുഃഖങ്ങളുടെ ഇടയിലും ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ കണ്ടെത്തി ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യം. ക്വസ്റ്റ്യൻസ് എല്ലാം ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ആൻസർ ചെയ്ത്, ഇതിൽ നമ്മൾ ആരെ പറ്റി മോശമായിട്ട് ചിത്രീകരിക്കാനും ആരെ പറ്റിയൊന്നും അല്ല. ഞങ്ങളുടെ ജീവിതം ഇതുവരെയുള്ള ഞങ്ങളുടെ അനുഭവമാണ് ഞങ്ങൾ ഇതിലൂടെ പറഞ്ഞത്. അതിൽ ആരെയും മോശമായിട്ട് കാണാനോ കുറ്റപ്പെടുത്താനോ ഒന്നും പോയിട്ടില്ല. അതെ, അപ്പൊ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ, നല്ല രീതിയിൽ, സത്യസന്ധമായിട്ടുള്ള രീതിയിൽ തന്നിട്ടുണ്ട് എന്നാണ് എന്റെയും സോനുവിന്റെയും ഉറച്ച വിശ്വാസം. അപ്പോ നിങ്ങൾക്കുള്ള ചോദ്യങ്ങളുടെ ഉത്തരം ഞങ്ങൾ തന്നു കഴിഞ്ഞു. അപ്പോ വീഡിയോ 51 മിനിറ്റ് ഒക്കെ കഴിയാറായി. കാണുമെന്നറിയത്തില്ല ഇത്രയൊക്കെ ഉള്ളത്. കാണും. നമ്മളെ ഇഷ്ടപ്പെടുന്നവര് തീർച്ചയായിട്ടും വീഡിയോ ഫുള്ള് ഇരുന്ന് കാണും. അപ്പൊ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, അടിച്ചു പൊളിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.